ലഹരിക്കെതിരെ മോണ ആക്ടിലൂടെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രതീഷ് വരവൂരാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ന് കലോത്സവ വേദിയിലും ഇവിടെ കാണുന്നതിന് വേണ്ടി, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മോണോ ആക്ട് ഒക്കെ കണ്ടോ? കുട്ടികളുടെ മോണോ ആക്ട് കുറച്ചൊക്കെ കണ്ടിരുന്നു, എല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ കലയാണ് ലഹരി എന്നാണല്ലോ ഇവിടുത്തെ ഒരു വാചകം തന്നെയാണ്, കലയാണ് ലഹരി. എനിക്കും പറയാനുള്ളതാണ്, കലയാണ് ലഹരി. നമ്മൾ കലയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാലഘട്ടം വളരെ മോശം കാലഘട്ടമാണ്, ഡ്രഗ്സിലൊക്കെ കുട്ടികൾ അടിമപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് ഈ ഒരു ഒറ്റയാൾ പോരാട്ടം തുടങ്ങിയത്. ഇപ്പോൾ 1000 വേദിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഇനി എല്ലാ സ്ഥലത്തും ഇത് അവതരിപ്പിച്ച് എല്ലാവരും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ലഹരി ഇപ്പോൾ വലിയൊരു നാശമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ, സ്കൂൾ കുട്ടികൾ മുതൽ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന അല്ലെങ്കിൽ അവരെ അതൊരു വലയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും കുട്ടികളെ മോചിപ്പിച്ചെടുക്കാൻ കഴിയും? നമ്മുടെ മാതാപിതാക്കൾ അത് ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് അവർ പുലർത്തേണ്ടത്? അല്ല, നമ്മൾ എന്തൊരു സാധനവും മേടിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ആ സാധനത്തിന് മാർക്കറ്റുള്ളൂ. നമ്മൾ സോപ്പായ പോലും ഇത് മേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നമ്മളെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ പല സ്ഥലത്തും ഞാൻ മാതാപിതാക്കളുടെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. നമ്മളുണ്ടല്ലോ, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളുടെ ബാഗ് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും എന്താ പറയുക, അവരിപ്പോൾ നമ്മൾ ലഹരി കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊണ്ടുവന്നിട്ടില്ല. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇത് ഇതാക്കുമെന്നൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും കുട്ടിയുടെ പെൻസിലോ പേനയോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ വലുതാവുമ്പോൾ നമ്മുടെ ബാഗ് മാതാപിതാക്കളെ പരിശോധിക്കുന്നത് മനസ്സിലാവുമ്പോൾ അവർ ഈ വക സാധനങ്ങളിൽ ഇതാക്കും. പ്രധാനമായിട്ടും എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. ഭാര്യയ്ക്ക് ജോലി, ഭർത്താവിന് ജോലി, എല്ലാവർക്കും ജോലി, എല്ലാം തിരക്കുള്ള ആൾക്കാരാണ്. കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും, അല്ല ഒരു മണിക്കൂർ, പക്ഷെ അരമണിക്കൂറെങ്കിലും അവരുടെ അടുത്തിരിക്കാനും അവരുടെ സന്തോഷങ്ങൾ എന്താണെന്ന് അറിയാനും അവരുടെ മനസ്സ് മനസ്സിലാക്കാനും നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കണം. പലപ്പോഴും പല സ്ഥലത്തും അതില്ല, അവരവരുടെ വഴിക്ക് പോകണു. സംസാരിക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ് വേറെ സ്ഥലത്ത് പോയി സംസാരിക്കുന്നത്. അങ്ങനെയാണ് കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് വഴിതെറ്റി പോകുന്നത്. നമ്മുടെ കുട്ടികളല്ലേ, നമ്മളല്ലേ അവരോട് സംസാരിക്കേണ്ടത്. ഒരു കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനമ്മയായിരിക്കണം, പിന്നെ അധ്യാപകരായിരിക്കണം. അതാണ് എനിക്ക് ഈ സമൂഹത്തിലെ മാതാപിതാക്കളോട് പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുക, അത്രേ ഉള്ളൂ. നമുക്കൊരു പെർഫോമൻസ് കൂടി കണ്ടാലോ? പെർഫോമൻസ് വേണം, ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതും പിന്നീട് അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിപ്പോ എന്താ പറയുക, ഇതുപോലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നടക്കുന്നത് കലോത്സവമാണ്, വലിയ ഒരു പൂരം, തൃശ്ശൂർക്കാരുടെ പൂരം എന്നൊക്കെ വേണമെങ്കിൽ, വേറൊരു പൂരം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കലോത്സവ പൂരം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കലയാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ പോർഷൻ, ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പോർഷൻ കാണിക്കാം. ഒരു കുട്ടി ഡ്രഗ്സ് അടിമപ്പെട്ടു പോയിട്ട് അയാൾക്ക് ഡ്രഗ്സ് കിട്ടാതെ വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളാണ് ഞാൻ കുറച്ച് സമയം കാണിക്കാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് ആകെ പരവശമായി തോന്നുന്നു, വല്ലാത്തൊരു അന്തരീക്ഷം. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ ശരീരമൊക്കെ മറയ്ക്കണു, എന്റെ കൈക്കെന്താ പറ്റുന്ന പോലെ ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കിനിപ്പോ എവിടെന്നാ അപ്പൊ ഇതൊക്കെ കിട്ടുക? ഇതില്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. ബ്ലഡ് എന്റെ ശരീരത്തിലെ രക്തത്തിന് മുഴുവൻ മയക്കമരുന്നിന്റെ രുചിയാ. ഇനി ഞാനെന്തിനാ പേടിക്കുന്നത്? എനിക്ക് ഇഷ്ടം പോലെ എന്റെ രക്തം കുടിക്കാലോ, അതിലൂടെ എനിക്ക് മയക്കുമരുന്ന് കിട്ടുമല്ലോ. പക്ഷേ അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യാ? അത് കഴിഞ്ഞ ഞാൻ മരിച്ചു പോവും. അയ്യോ, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് ആരെങ്കിലും ഒരു ശകലം തരൂ പ്ലീസ്. അത്ര മതിയില്ലേ? ഇതിലും ഭീകരമാണ് പലപ്പോഴും അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് തീർച്ചയായിട്ടും ഒരാൾ മയക്കുമരുന്ന് കിട്ടാതാകുമ്പോൾ ഇങ്ങനെ ആയി പോകുന്നു. പിന്നീട് അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. ക്രൈം പോലുള്ള, പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്.
അമ്മയും പെങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയൊന്നും ഇല്ലാത്ത രീതിയിൽ ആളുകൾ മാറിപ്പോകുന്നു. ഇതിനൊരു മാറ്റം സമൂഹത്തിൽ വേണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിനാവശ്യക്കാരുണ്ടാവും. ഈ മയക്കുമരുന്ന് മാഫിയ ഇല്ലാതാക്കുക എന്നൊക്കെ ഉള്ളത് ഭരണകൂടത്തിനൊന്നും അത്ര എളുപ്പമായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതിന് ആവശ്യക്കാരില്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിനാവശ്യക്കാരുണ്ടാവാതിരിക്കട്ടെ, നമ്മുടെ കുട്ടികൾ വഴിതെറ്റാതെ പോകട്ടെ. ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു വലിയ വിജയമാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ച് ഈ ലോകം നന്നാക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ സെൻട്രൽ ഗവൺമെന്റിൽ പലപ്പോഴും ഇതിന് മറ്റേ ഇൻഫ്ലുവൻസ് എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കണം എന്നുള്ളതാണ്. അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി പോലുള്ള ആളുകളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കപ്പെടും. നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പോരാടാം, ഒരുമിച്ച് നിൽക്കാം. കലയാണ് ലഹരി, ജീവിതമാണ് ലഹരി, സ്നേഹമാണ് ലഹരി, അറിവാണ് ലഹരി. എന്നാലും ലഹരിക്കെതിരായിട്ടുള്ള വലിയ സന്ദേശം കൂടിയാണ് ഈ മോണോ ആക്ടിലൂടെ നൽകുന്നത്. സമൂഹത്തെ ഏതെങ്കിലും തന്നാൽ കഴിയുന്ന രീതിയിൽ ബോധവൽക്കരണം നടത്തുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ.